ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 200 വർഷം പഴക്കമുള്ള ഒരു പെട്ടിയാണ്. പെട്ടിയുടെ പേരെന്ന് വെച്ചാൽ കാലിന്മേൽ പെട്ടി എന്നാണ്. ഈ പെട്ടിക്ക് കാലിന്മേൽ പെട്ടി എന്ന് പേര് വരാൻ കാരണം ഈ 4 കാലുകളാണ് ഗായ്സ്. ഈ പെട്ടി എൻ്റെ അമ്മയുടെ 5 തലമുറകൾ മുമ്പേ ഉള്ള പെട്ടിയാണ് ഗായ്സ്. ഇത് പ്ലാവിൻ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി. ഈ അടുത്ത് അതിന്റെ പഴയ പൂട്ട് തകരാറായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പൂട്ട് വെച്ചിരുന്നു. വേറെ മാറ്റങ്ങളൊന്നും ഈ പെട്ടിക്ക് സംഭവിച്ചിട്ടില്ല. പണ്ടുകാലത്ത് ആധാരം, പൈസ, ജാതകം കൂടാതെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയായിരുന്നു ഇത്. പണ്ടുകാലത്ത് ബാങ്കോ ലോക്കറുകളോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ പെട്ടിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്റെ വീട്ടിലെ പ്രായം കൂടിയ ആളാണ് ഈ പെട്ടി സൂക്ഷിക്കുന്നത്. ഗായ്സ്, ഇതാണ് ഈ പെട്ടിയുടെ ചാവി. നമ്മളിത് തുറക്കാൻ പോവുകയാണ് ഗായ്സ്. ഈ കാണുന്ന 2 ചെറിയ അറയിലാണ് പൈസയും നാണയങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. താഴെ കാണുന്ന മറ്റൊരു അറയിലാണ് ജാതകവും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഗായ്സ്, എഴുത്തോലയിലായിരുന്നു ജാതകങ്ങളെല്ലാം എഴുതി സൂക്ഷിച്ചിരുന്നത്. ഈ കാണുന്ന വലിയൊരു ഭാഗത്താണ് ആധാരങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മച്ചന്റെ കൈവശമാണ് ഈ പെട്ടിയുള്ളത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇന്നത്തേക്ക് ബൈ.